നമ്മുടെ ഈ നാട് അടുത്ത നാളുകളിലായിട്ട് ഓരോ ദിവസവും ഉണരുന്നത് ഭീകരമായ വാർത്തകളും കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ടാണ്. കേരളം ഒരു ദുരന്ത ഭൂമികയിലേക്കാണോ നടക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണെന്ന്. ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടുകൊണ്ട് ഉണരുന്ന ദിവസങ്ങൾ എന്ന തരത്തിലാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ സാക്ഷര കേരളമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൻ്റെ ഭീകരതയെയും തകർച്ചകളെയും കുറിച്ച് വല്ലാതെ ആകുലപ്പെടേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നമ്മുടെ യുവതലമുറയ്ക്ക് എന്ത് പറ്റുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാകുന്നുണ്ട്. സത്യത്തിൽ പരസ്പരം വെട്ടിക്കീറുകയും കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, മാതാപിതാക്കളെ പോലും ഇല്ലെന്നാക്കുന്ന കൊലപ്പെടുത്തുന്ന മക്കളുടെ ദൃശ്യങ്ങൾ, പട്ടാപ്പകല് തെരുവിലിട്ട് നടത്തുന്ന കൊലപാതകങ്ങൾ, രാത്രിയുടെ മറവിൽ തല്ലിക്കീറുന്ന ജീവിതങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് ഒരു പിടി കഥകൾ, ലഹരിയുടെ ഭ്രാന്തമായ തരത്തിലുള്ള ആഭാസങ്ങൾ, അങ്ങനെ പോകുന്ന നിരവധി കാഴ്ചകളും കൊലപാതക ദൃശ്യങ്ങളും കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ കാര്യമായ ഒരു ചലനവും വാർത്താലോകത്ത് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ ഒന്നര ആഴ്ച മുൻപ് ആണ്, അല്ലെങ്കിൽ അടുത്ത നാളുകളിൽ മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ചർച്ചകളും ഗൗരവമായ ചിന്തകളും എല്ലാം വരുന്നത്. നിയമസഭയിലെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനിടയായി എന്നുള്ളതൊക്കെ ശുഭോദർക്കമായ കാര്യമാണ്. എന്തുപറ്റി നമ്മുടെ യുവതയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. നമ്മുടെ യുവജനങ്ങളാണ് ഇതിൽ നല്ല പങ്കും ഇങ്ങനെ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നത് എന്നുള്ളതും നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിശേഷമാണ്. സത്യത്തിൽ ഇപ്പോൾ പലതരത്തിലുമുള്ള മാനസിക വ്യാപാരങ്ങളിൽ തകർന്നു പോകുന്നത് ഏറെയും യുവജനങ്ങളാണ്. മാനസിക രോഗ ആശുപത്രികളിൽ 85% ആളുകൾ ഇന്ന് ഏതെങ്കിലും തരത്തിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ടവരായിട്ടുള്ളവരാണ് എത്തുന്നത്. അതിലേറിയ പങ്കും യുവജനങ്ങളാണെന്നുള്ളതും വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നു എന്നുള്ളതും വളരെ ദുഃഖകരമായൊരു സത്യമാണ്. ഇതിനോട് ചേർന്ന് എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം ഈ മയക്കുമരുന്ന് ഉപയോഗങ്ങളുടെ രീതികളെക്കുറിച്ച് തന്നെയാണ്. മദ്യത്തിന് അടിമപ്പെടുന്ന ആളുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് വലിയ തോതിൽ. എന്നാൽ മദ്യത്തിൽ നിന്നും ഏറെ ഇന്ന് മയക്കുമരുന്നിലേക്ക് മാറിയിരിക്കുന്നു. കഞ്ചാവ് പോലെയുള്ള പരമ്പരാഗതമായ മയക്കുമരുന്നുകളിൽ നിന്നും മാറി MDMA പോലെയുള്ള രാസലഹരികളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ. കാരണം അത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പലതരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും സാധിക്കുകയില്ല. പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ ക്രൂരതകൾ കൊണ്ടൊക്കെ ആയിരിക്കും മാത്രം അവർ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്ന് അറിയുന്നത് പോലും. ഈ ഒരു കണക്കനുസരിച്ച് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ത്യയിലെ മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ടവരിൽ 29.4% കേരളത്തിൻ്റെ അക്കൗണ്ടിലാണെന്ന് പറയുന്നത് എത്രയോ ഭീകരാവസ്ഥയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാളൊക്കെ ഈ ചെറിയ കൊച്ചു കേരളത്തിൽ 29% വരുന്ന മയക്കുമരുന്ന് കേസുകൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തൊരു ഭീകരമായ ഒരവസ്ഥയിലാണ് കേരളം. അത് വല്ലാത്തൊരു ദുരന്ത ഭൂമികയിലേക്ക് ഈ നാട് എത്തിയിരിക്കുന്നു എന്നുള്ള ഭീകരമായ അവസ്ഥ. അതെല്ലാം യുവജനങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട്. ഇത് മാത്രമല്ല, ചില കണക്കുകൾ സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒരു 15% കോളേജ് വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, കാമ്പസുകളിൽ നടക്കുന്ന റാഗിങ്ങുകൾ, കാമ്പസുകളിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള വിനോദങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ, ഒരു യാത്രയപ്പ് സമ്മേളനത്തിലൊക്കെ കരുതിക്കൂട്ടി സഹപാഠിയെ വകവരുത്താൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് മുൻപോട്ട് നീങ്ങുകയും കൊലപാതകങ്ങളിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന വലിയ കലാപങ്ങൾ, ഇതൊക്കെ വിദ്യാർത്ഥി ലോകത്ത് നടക്കുന്നതാണ്. അപ്പം നമ്മുടെ കാമ്പസുകളിലേക്കും ഈ ലഹരി മാഫിയ ശക്തമായിട്ട് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ ആസൂത്രിതമായൊരു ലഹരി മാഫിയയുടെ പിടിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ ദുർഭഗമായൊരവസ്ഥയാണ്. ഇതിനെ നേരിടാനായിട്ട് ആരും സജ്ജരല്ല. വേണ്ടത്ര രീതിയിൽ ഇതിന് സജ്ജമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ നിലവിലില്ല. പോലീസുകാരും ബന്ധപ്പെട്ട നിയമപാലകരുമൊക്കെ ഭയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ ആരും ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് മുൻപോട്ട് വരുന്നില്ല. അധ്യാപകർക്ക് കുട്ടികളെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാനായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ, പോക്കറ്റിലുണ്ടോ എന്നൊന്നും പരിശോധിക്കാനുള്ള യാതൊരു ശക്തിയുമില്ലാത്തൊരവസ്ഥ. അധ്യാപകർക്ക് ഭയമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇതിനെ നമ്മൾ നേരിടാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ സുസജ്ജമായിട്ട് ഇനിയെങ്കിലും ഇറങ്ങേണ്ടതുണ്ട്. പ്രതീക്ഷ നൽകുന്ന ചിന്ത എന്ന് പറയുന്നത് ഈ അടുത്ത നാളുകളിൽ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അവയർനെസ് പ്രോഗ്രാംസൊക്കെ കുറേ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ തീക്ഷ്ണമായ രീതിയിൽ നമ്മൾ മുൻപോട്ട് ഇറങ്ങാതെ തരമില്ല. ഒരുമിച്ച് സർക്കാർ സംവിധാനങ്ങളെല്ലാം അണിനിരക്കണം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് നാട് ഉണരണം. തീർച്ചയായിട്ടും ഇതിനത് മുഖംനോട്ടമില്ലാതെ തന്നെ നടപടികളിലേക്ക്, കർശനമായ നടപടികളിലേക്ക് പോലീസിൻ്റെ
വിഭാഗങ്ങളും അതുപോലെ തന്നെയുള്ള നിയമ സംവിധാനങ്ങളുമെല്ലാം പ്രവർത്തനക്ഷമമാകണം. ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ നാട്ടുകാർ സന്നദ്ധ സംഘടനയായിട്ട് മുന്നോട്ടിറങ്ങി വന്നു. ഇവിടെ ഒരു കാരണവശാലും മയക്കുമരുന്ന് ലോബിക്ക് ഇടം കൊടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള സജീവമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ നിയമപരിരക്ഷ കൊടുക്കാനായിട്ട് അധ്യാപകരുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം. അധ്യാപകരെ ശാക്തീകരിക്കണം. അവർക്ക് നിയമപരിരക്ഷ കൊടുക്കണം. ഈ കാര്യത്തിൽ കുട്ടികളെ ആവശ്യത്തിന് തിരുത്തലുകൾ കൊടുക്കാനും വേണ്ട രീതിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഒക്കെയുള്ള ഒരു നിയമപരിരക്ഷയും ശാക്തീകരണവും ഗുരുക്കൾക്ക്, അധ്യാപകർക്ക് നൽകേണ്ടതും ആവശ്യമാണ്. മാതാപിതാക്കൾ ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ഈ കാര്യത്തിൽ ചെറുപ്പം മുതലേ അവെയറാക്കി മുൻപോട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നവരാകണം. എൻ്റെ കുട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ കുട്ടി മദ്യപിക്കില്ല, എൻ്റെ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്നുള്ള മുൻവിധിയോട് കൂടിയ നിർബന്ധങ്ങളൊക്കെ വലിയ അപകടങ്ങളിലേക്ക് എത്തിച്ച നിരവധി കേസുകളുണ്ട്. അപരിചിതരിൽ നിന്നും ഒരു തരത്തിലും എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങി കുടിക്കാനോ കഴിക്കാനോ ഒന്നും ഇടയാവില്ല എന്ന് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് മാതാപിതാക്കളാണ്. അധ്യാപകർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്ത് കുട്ടികളെ ഈ കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമൊക്കെ ആക്കേണ്ടതുണ്ട്. വീടിൻ്റെ അന്തരീക്ഷം മൂല്യബോധമുള്ളൊരു അന്തരീക്ഷം രൂപപ്പെട്ടു വരണം. പ്രാർത്ഥിക്കുന്ന, പങ്കുവയ്ക്കുന്ന, സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷം വീട്ടകത്തുണ്ടാവണം. മാതാപിതാക്കളോടെല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഉറപ്പുവരുത്തണം. കുട്ടികളെ കേൾക്കാനായിട്ട് മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. അതുകൊണ്ട് കുടുംബമാണ് ഈ കാര്യത്തിൽ ഒന്നാമത്തെ റോൾ എടുക്കേണ്ടത്. കുടുംബത്തിലുണ്ടാകുന്ന അപജയങ്ങളും അകൽച്ചകളും വിള്ളലുകളുമാണ് കുട്ടികളെ കുടുംബത്തിൽ നിന്ന് അകറ്റുന്നതും മറ്റു കൂട്ടുകെട്ടുകളിലേക്ക് നയിക്കുന്നതും മറ്റു തരത്തിലുള്ള പ്രത്യേക പരീക്ഷണങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഇടയാക്കുന്നതും. നമ്മുടെ യുവതലമുറയെയും പൊതുസമൂഹത്തെയും വയലൻസിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിപത്ത് വയലൻസ് ധാരാളമായിട്ട് അവതരിപ്പിക്കുന്ന സിനിമകളാണ്. ഞാനിതിനെ വയലൻ്റ് ഫിലിംസ് എന്ന് വിളിച്ചാൽ പോലും തെറ്റില്ലെന്ന് ഞാൻ കരുതുക. കാരണം ഇന്ന് പല അടുത്ത കാലത്തിറങ്ങിയ സിനിമകളും പ്രത്യക്ഷത്തിൽ വളരെ കൃത്യമായ രീതിയിൽ വയലൻസ് തന്നെ പെരുപ്പിച്ച് അവതരിപ്പിച്ചുകൊണ്ട് കുത്തിക്കീറുകയും കൊലകൾ നടത്തുകയും ചെയ്യുന്ന അതിക്രൂരമായ ഭീകര ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ച് ആളുകളെ വശീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ നിർമ്മാതാക്കളും അത്തരം സംവിധായകരുമൊക്കെ മനുഷ്യത്വം മറന്നും ധാർമ്മികത മറന്നും പണം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഈ വയലൻസ് പ്രദർശിപ്പിക്കുന്ന സിനിമകളിലൂടെയാണോ വയലൻസ് ഉണ്ടാകുന്നത് എന്ന ചോദ്യം ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മനഃശാസ്ത്ര വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായം, പൊതുസമൂഹത്തിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു സത്യം, ഇത്തരം സിനിമകൾ ദൃശ്യമാധ്യമങ്ങൾ എന്ന നിലയിൽ വലിയ സ്വാധീനം മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ടെന്ന് തന്നെയാണ്. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, അതും താല്പര്യപൂർവ്വം കാണുന്ന ഒരു കാര്യം, അതൊരു തിന്മയുടെയും വയലൻസിൻ്റെയും ഒരു പ്രത്യേക അനുഭവങ്ങൾ അത് മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെടുകയും അത്തരത്തിൽ മനുഷ്യൻ്റെ വ്യക്തിത്വവും മഹത്വവും ഒക്കെ ഇടിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിയിലും മനസ്സിലും ഉണ്ടാക്കുന്ന ചലനങ്ങളൊക്കെ നിഷേധാത്മകമായ വികാരങ്ങളായിരിക്കും. അതൊക്കെ മനഃശാസ്ത്രം തന്നെ കൃത്യമായിട്ട് അംഗീകരിക്കുന്ന സത്യമാണ്. അത്തരം നിഷേധാത്മകമായ വികാരങ്ങളും പ്രതികാര ചിന്തകളും എല്ലാം ഉണർത്തുന്ന ഇത്തരം സിനിമകൾ വലിയ രീതിയിൽ നമ്മുടെ യുവതയെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്തരം സിനിമകൾ മുതലെടുപ്പുകായിട്ട് നടത്തുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇവയൊന്നും സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് നിർത്തലാക്കാത്തത്? ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു നാടിനെ വല്ലാത്ത ഭീകരപ്രവർത്തനങ്ങളിലേക്കും അക്രമവാസനകളിലേക്കും നയിക്കുന്ന തരത്തിൽ അതിന് പ്രചോദനമേകുന്ന വഴിമരുന്നിടുന്ന ഇത്തരം സിനിമകളെ നിശ്ചയമായിട്ടും കൺട്രോൾ ചെയ്യേണ്ടതും നിരോധിക്കേണ്ടതുമാണ്. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതും മറ്റ് ലഹരി എന്നതുപോലെ തന്നെയുള്ള ഒരു വല്ലാത്ത കാഴ്ചയുടെ ലഹരിയായിട്ട് മാറി നമ്മുടെ യുവതലമുറയെ തിന്മയിലേക്കും തകർച്ചയിലേക്കും നയിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഉണർന്ന് ചിന്തിക്കണം. ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് പൊതുസമൂഹത്തിന് സാധിക്കണം. കേരളം നടുവൊടിയുന്നതിന് മുൻപ് തന്നെ ഉണർന്ന് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ വലിയ ഒരു അപകടത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത് എന്നതിന് സംശയമില്ല. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് നീങ്ങി നമ്മുടെ നാടിനെയും പ്രത്യേകിച്ചും യുവതയെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.